ഹലോ ഗൈസ്, അപ്പോൾ ഇന്ദ്ര സ്പേസിൻ്റെ പുതിയ എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്, നമ്മൾ അറിഞ്ഞിരുന്നു, കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളതൊരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ 2 ദിവസം മഴ കാലം കുറവാണ്. അപ്പം എത്രത്തോളം വെള്ളച്ചാട്ടം വെള്ളം ഉണ്ടോ നമുക്കറിയില്ല. നമ്മൾ കൈലിയാടുന്ന് കുളപ്പുള്ളി കൈലിയാട് റോഡ് വന്ന് കൈലിയാടുന്ന് ചളവറ ഭാഗത്തേക്കുള്ള കൈലിയാട് സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്കുള്ള ചളവറ റോഡിന് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഒന്ന് റൈറ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. ഞാൻ കറക്റ്റ് സ്പോട്ടൊക്കെ കാണിച്ചു തരാം. മീൻസ് എവിടെ നിന്ന് തിരിയുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ആകെ ചുറ്റിപ്പറ്റി കുറേ എത്താൻ ബുദ്ധിമുട്ടായി. പിന്നെ മാനകുളം പനയൂർ വഴിക്ക് വരുമ്പോൾ വേറെ റൂട്ടുണ്ട്, നമുക്കറിയില്ല. സോ നമ്മൾ കൈലാട് ഭാഗത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈലാട് ചളവറയ്ക്കുള്ള വഴി വന്ന് ഏകദേശം ആ വഴി തന്നെ നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയയാണ്. നമ്മളിവിടെ സൗണ്ടും ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. സോ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. സോ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് വഴി തോന്നുന്നു. കാരണം നമ്മൾ ഈ വഴിക്ക് ഇവിടെ നമ്മൾ 2-3 ബൈക്കും കാണാൻ കണ്ടിരുന്നു. ഈ വഴിക്കാണ് വെള്ളത്തിന് സൗണ്ട് ഒക്കെ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ പാറയുടെ മുകളിൽ കയറാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, വേണ്ട ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ നമ്മൾ സൗണ്ട് കേട്ടപ്പോൾ ഇവിടെ വഴി പോലെ കണ്ടു. അപ്പോൾ ഇവിടെ നല്ലോണം സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശേഷം കേൾക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ വരുന്ന വഴിക്ക് ഈ ചെറിയ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം അല്ല, താഴെ കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ മുകളിൽ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. പക്ഷേ ഇതൊന്നല്ല ഉണ്ട് മെയിനായിട്ടുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഓരോരോ സ്പോട്ടിലുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂഷനായി വരുന്നതായിരിക്കാം. ഓരോ പാറയൊക്കെ ഇങ്ങനെ മല മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വരുന്നതായിരിക്കാം. നമുക്ക് എന്തായാലും അവിടെ മുകളിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വഴിയിൽ നിന്നാണ് വരേണ്ടത് തോന്നുന്നു. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഇവിടെയും ഒരു ചെറുതായി വെള്ളം ചാടി വരുന്നത് കണ്ടില്ലേ. സംഭവം നൈസാട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം എന്തായാലും കണ്ടുപിടിച്ച ആളല്ല, ഫസ്റ്റ് വീഡിയോ ആൾക്ക് ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട് ഈ ലൊക്കാലിറ്റിയിൽ. എല്ലാവർക്കും ഇതറിയാം. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ്. ഇപ്പോൾ മഴ 2 ദിവസമായി കുറവുള്ളതുകൊണ്ടായ കാരണം ഇത്ര വെള്ളം കുറവുള്ളൂ. പക്ഷേ കണ്ടില്ലേ, വെള്ളമൊക്കെ ഭയങ്കര മലയുടെ മുകളിൽ പാറ തരുമ്പോൾ വെള്ളം ഭയങ്കര ക്ലീനാണ്. വെള്ളം കാലൊക്കെ വരുന്നത് കണ്ടില്ലേ. ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. കണ്ടില്ലേ, നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ക്ലീൻ വാട്ടറാണ്. ഇതങ്ങനെ കയറി പോകാൻ പറ്റും ശരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടാണ്, അതാണ് മെയിൻ വെള്ളച്ചാട്ടമുള്ള ഭാഗം. സംഭവം നല്ല ഉഷാറാണ്. അത് ഒന്നും കൂടി മഴയുള്ള സമയത്ത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പക്ഷേ എല്ലാവരും വരുമ്പോൾ ഒന്ന് കയറി ചെയ്യുക. കാരണം സ്ലിപ്പ് ഓൺ ചാൻസ് നല്ലോണം ഉണ്ട്. വല്ലാത്ത സ്ലോപ്പല്ല, എന്നാൽ കൂടെ പാറക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് വഴിക്കുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ. കാരണം അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും പിന്നെ കാം ആൻഡ് ക്വൈറ്റ് ഓൺലി ആ വെള്ളച്ചാട്ട സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു കിഡു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്ന് പോകണമൊക്കെ ഉണ്ട്. പക്ഷേ ഫാമിലിയൊക്കെ വരുമ്പോൾ, എസ്പെഷ്യലി പിള്ളേരെ വരുമ്പോഴൊക്കെ നല്ല കെയർ ചെയ്യണം. കാരണം കുറച്ച് കയറ്റമൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്ര സൈനിങ് ഓഫ്. ബൈ.